നമസ്കാരം, ഞാൻ ഡോക്ടർ അനൂപ്, കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപീഡിക് സർജനായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുട്ട് തേയ്മാനം എന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ പറ്റിയും അതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചും സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി തന്നെ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി. മാത്രമല്ല, അതിനെക്കുറിച്ചൊരു വിശദമായ വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും എന്നും പറയുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ ആ വീഡിയോ ആണ് ചെയ്യുന്നത്. ആർക്കാണ് എപ്പോഴാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നത്? 45 വയസ്സെങ്കിലും കഴിഞ്ഞ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മൂലം നല്ല വേദന അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നിത്യകർമ്മങ്ങൾ തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അതായത് നടക്കുക, സ്റ്റെപ്പ് കയറുക, കസേരയിൽ നിന്നിരിക്കുക പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ കാല് വളഞ്ഞ വില്ല് പോലെ ആകുക, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ അവരുടെ ആരോഗ്യസ്ഥിതിയും കൂടി നോക്കിയിട്ടാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അപ്പോൾ ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിക്കുലർ കാർട്ടിലേജിൻ്റെ കേടുപാട് വരുന്നതാണ്. അപ്പോൾ ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ കേടുപാട് വന്ന ആർട്ടിക്കുലർ കാർട്ടിലേജ് ഉള്ള ഭാഗം മാറ്റി പകരം അവിടെ കൃത്രിമ മുട്ട് പിടിപ്പിക്കലാണ് ചെയ്യുന്നത്. ഈ മുട്ടിന് പല കമ്പോണൻറ്റുകളുണ്ട്. അവ ഓരോന്നോരോന്നായി ഓരോ ഭാഗങ്ങളും പ്രിപ്പയർ ചെയ്ത് പാകത്തിനാക്കിയതിന് ശേഷം ട്രയൽ നടത്തി നോക്കുന്നതാണ്. ഓരോ ഭാഗത്തും ട്രയൽ ഇംപ്ലാന്റുകൾ വെച്ച് ട്രയൽ നടത്തി നോക്കുന്നതാണ്. അതിന് ശേഷമാണ് ഒറിജിനൽ ഇംപ്ലാന്റുകൾ വയ്ക്കുന്നത്. ഈ ഭാഗങ്ങൾ പാകപ്പെടുത്തുന്നതിനായി ഉപയോഗിച്ച ഉപകരണങ്ങളെ ജിഗ് എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രയൽ ഇംപ്ലാന്റുകൾ വെച്ച് ചിരട്ടയുടെ പുറകിലും ട്രയൽ ഇംപ്ലാന്റ് വെച്ച് ട്രയൽ നടത്തി മുട്ട് സ്റ്റേബിളാണോ, ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ്. ഇനി ഈ ട്രയൽ ഇംപ്ലാന്റുകൾ മാറ്റുകയും ബോൺ സിമെൻറ്റ് വയ്ക്കുകയും അതിനുശേഷം ഒറിജിനൽ ആയിട്ടുള്ള ഭാഗങ്ങൾ ഘടിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ താഴത്തെ ടിബിയയിൽ ഒറിജിനൽ ഇംപ്ലാന്റ് ഘടിപ്പിച്ചു. ഇപ്പോൾ മുകളിൽ ഫീമറിൻ്റെ ഭാഗത്ത് ഒറിജിനൽ ഇംപ്ലാന്റ് ഘടിപ്പിച്ചിരിക്കുന്നു. ടിബിയയിൽ വീണ്ടും ട്രയൽ ഇൻസേർട്ട് ഇട്ടിട്ട് ട്രയൽ നടത്തി നോക്കുകയാണ്. ചിരട്ടയുടെ ബാക്കിൽ പിടിപ്പിക്കാനുള്ള ഇംപ്ലാന്റ് പിടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി വീണ്ടും ട്രയൽ നോക്കുകയാണ്. ടിബിയിൽ നിന്നും ട്രയൽ ഇംപ്ലാന്റ് ഇൻസേർട്ട് മാറ്റിയിട്ട് ഫൈനൽ ഇംപ്ലാന്റുകൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം സർജൻ മുട്ടിൻ്റെ അലൈൻമെൻറ്റും സ്റ്റെബിലിറ്റിയും എല്ലാം ഒന്നുകൂടി പരിശോധിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് സർജറിയുടെ മുറിവുകൾ തുന്നി അടച്ചതിന് ശേഷം രോഗിയെ ഒരു ദിവസം ICUവിൽ വയ്ക്കുകയും പിന്നെ വാർഡിലേക്ക് മാറ്റുകയും ചെയ്യുന്നതായിരിക്കും. 48 മണിക്കൂറിനകം തന്നെ രോഗിക്ക് ഒരു വാക്കർ ഉപയോഗിച്ച് നിൽക്കാൻ കഴിയുന്നതാണ്. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വാക്കർ ഉപയോഗിച്ച് രോഗിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് നടന്ന് തുടങ്ങാൻ കഴിയുന്നതാണ്. ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർജറിയുടെ റിസൾട്ടിനെ ബാധിക്കുന്നത് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ശേഷമുള്ള റീഹാബിലിറ്റേഷനാണ്. കാല് മടക്കിയെടുക്കുക, നമ്മൾ തന്നെ മുന്നിട്ട് നടന്നു തുടങ്ങുക എന്നുള്ള കാര്യങ്ങളാണ്. രണ്ടാമതായി പലർക്കുമുള്ള സംശയം ഇത് എത്ര ചിലവ് വേണ്ടി വരും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത് ആശുപത്രികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും 1 തൊട്ട് 1.5 ലക്ഷം രൂപ വരെയാണ് സാധാരണ ചിലവ് വരാറുള്ളത്. പിന്നെ പലരും ഈ സർജറി ചെയ്യാൻ മടിക്കുന്നതായി കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രായമുള്ളവർ. അത് മനസ്സിലാക്കേണ്ടത്, പ്രായമുള്ളവരിൽ മാത്രം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ്, ചെറുപ്പക്കാരിൽ തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള യാതന അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുക. അവർ ഇത് ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് ചെയ്യുക. ഈ ഒരു ശസ്ത്രക്രിയ കൊണ്ട് നിങ്ങളെ ജീവിതം തന്നെ മാറിയേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.